ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് LGSൻ്റെ മറ്റൊരു ക്ലാസ്സാണ്. ഹിസ്റ്ററി ഭാഗത്തിൽ നിന്നുമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളിൽ വരുന്ന ബ്രിട്ടീഷ് ആഗമനം, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കടൽ മാർഗമാണ് ആദ്യമായിട്ട് 1498 പോർച്ചുഗീസുകാർ വരുന്നത്. അതിന് പിറകെയായിട്ട് ഒന്നൊന്നായിട്ട് വന്നു. അവസാനം ബ്രിട്ടീഷും ഇവിടെ വന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടി കാണാം. PYQ നോക്കടാ. 128/2021 വന്ന ഒരു ചോദ്യമാണ്. ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. അതിലൊന്നാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം. മറ്റൊന്ന്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് ഒരു ഇന്ത്യയുടെ, നമ്മുടെ പഴയ ഇന്ത്യയുടെ ഒരു പിക്ചറാണിത്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ബ്രിട്ടീഷ് അധീനതയിൽ, പിന്നീട് തുടക്കത്തിൽ ഈ ഭാഗങ്ങളിലായിരുന്നു, പിന്നീട് പൂർണ്ണമായും ഇന്ത്യയുടെ ഏകദേശം 95% കൂടുതൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലായ ഒരു കഥയെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം നമുക്ക് കുറച്ചും കൂടി പോവാം. ഈ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എടാ, നമുക്ക് SCERT ഫാക്ട്സിൽ നിന്ന് തുടങ്ങാം അല്ലെ? ഈ ഭാഗത്ത് നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ SCERT ക്ലാസ്സുകൾ എന്നുള്ള സെക്ഷനിലൂടെ പരിചയപ്പെടും. എങ്കിൽ പോലും നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ SCERT കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ സഹായിക്കും. അപ്പം നോക്കടാ, വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇവർ വന്നത് എന്തിനാണ്? കച്ചവടത്തിനാണ് അല്ലേ? വാണിജ്യത്തിനാണ്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം പുലർത്തുന്നതിന് വേണ്ടി വന്നവരാണ് ഇവർ. അവർ പിന്നീട് അവരുടെ ലക്ഷ്യങ്ങളെല്ലാം മാറി. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം എന്തായി മാറി? അധികാരം നേടുക എന്നതായി മാറി. ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. അപ്പം ചോദ്യം, ഏത് സ്ഥലത്താണ് ആദ്യമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം നേടിയത്? എവിടെയായിരുന്നടാ? ബംഗാളിലായിരുന്നു. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പം ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ലക്ഷ്യം വാണിജ്യമായിരുന്നു. പിന്നീട് ആ ലക്ഷ്യത്തിനും അപ്പുറമായിട്ട് എന്തായി മാറി? അധികാരം നേടുക എന്നതായി മാറി. നമ്മൾ പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം നേടിയത് എവിടെയാണ്? ബംഗാളിലാണ്. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഏതൊക്കെ ഘടകങ്ങളാണ് കമ്പനിയെ ബംഗാളിൽ തങ്ങളുടെ അധികാരം നേടണമെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് എന്ന് ചോദിച്ചാൽ, കാർഷിക സമൃദ്ധി 1, പിന്നെ കച്ചവട സൗകര്യങ്ങൾ 2. അപ്പൊ കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും ബ്രിട്ടീഷുകാരെ എന്തിനു പ്രേരിപ്പിച്ചു? ബംഗാളിൽ അധികാരം നേടാൻ പ്രേരിപ്പിച്ചു. ശരി. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. സ്ഥിരം PYQ ക്വസ്റ്റ്യൻ ആണല്ലേ? 1757 മറക്കാൻ പാടില്ല. എവിടെയാണ്? ബംഗാൾ. അവിടുത്തെ നവാബ് ആരായിരുന്നു? സിറാജ് ഉദ് ദൗലയായിരുന്നു. ഏത് യുദ്ധം? പ്ലാസി യുദ്ധം. അപ്പൊ നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു. 1757 ഏത് യുദ്ധമാണെടാ? പ്ലാസി യുദ്ധം. എവിടെയാണ് പ്ലാസി യുദ്ധം നടന്നത്? ബംഗാളിലായിരുന്നു നടന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാസി യുദ്ധത്തിൽ ആരെയാണ്? സിറാജുദ്ദൗലയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചത്. 1764 കണ്ടപ്പോൾ നമ്മൾ 57 കാര്യം പറഞ്ഞു. മറ്റൊരു വർഷമാണ് 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി. അപ്പോൾ 57 64 നടന്ന 2 യുദ്ധങ്ങൾ ബംഗാളിന്റെ അധികാരം പൂർണ്ണമായും കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കമ്പനിയെ സഹായിച്ചു എന്നത് ഓർത്തിരിക്കുക.
അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. 1857 1764 ഇത് പ്ലാസി യുദ്ധമാണ്, ബംഗാളിലെ പ്ലാസിയിൽ വെച്ച് നടന്നു. അതുപോലെ തന്നെ ബക്സാർ യുദ്ധമാണ്. ഇത് രണ്ടും, ഈ യുദ്ധത്തിൽ രണ്ടിലും വിജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരായിരുന്നു വിജയിച്ചത്. അതോടുകൂടി ഇവർക്ക് എന്ത് ലഭിച്ചു? ഈ ഭാഗത്തെ പൂർണ്ണമായിട്ടുള്ള അധികാരം ബ്രിട്ടീഷ് കമ്പനിയുടെ കീഴിലായി എന്നത് ഓർത്ത് വെക്കുക. ഇനിയും കൂടുതലായി പറഞ്ഞാൽ നോക്കടാ, ബ്രിട്ടീഷ് അതിനിടയിലുള്ള പ്രദേശങ്ങളാണ് കേട്ടോ. അതുകൊണ്ടോ അപ്പം ബക്സാർ യുദ്ധം 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം ഈ കാണുന്ന എല്ലാ പ്രവിശ്യകളും ആരുടെ കയ്യിൽ എത്തിപ്പെട്ടു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എത്തിപ്പെട്ടു. എവിടെ എത്തിപ്പെട്ടു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എത്തിപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടു? 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് അധീനതയിലായ സ്ഥലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ, ഈ ഭാഗമില്ല, ബാക്കി ഇതെല്ലാം. അതുപോലെ തന്നെ ഇവിടെയുമുള്ള ഈ പ്രദേശങ്ങളെല്ലാം ആരുടെ കയ്യിൽ? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലാവുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ആധിപത്യം വ്യാപിക്കുന്നു അല്ലെ. ഇപ്പൊ ആദ്യം എന്തായിരുന്നു? കച്ചവടത്തിന് വന്നു, പിന്നീട് അധികാരം വേണം. അപ്പം ഒരു പർട്ടിക്കുലർ കുറച്ച് ഏരിയകളെല്ലാം, ടെറിട്ടറീസ് എല്ലാം അവരുടെ കൺട്രോളിലായി. പിന്നെ എന്ത് ചെയ്യണം? ഈ ടെറിട്ടറീസിനെ എക്സ്പാൻഡ് ചെയ്യണം. അവരുടെ അധികാരങ്ങൾ ഇന്ത്യയുടെ കൂടുതൽ ഭാഗത്തിലേക്ക് വ്യാപിപ്പിക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നോക്കാടാ? ആധിപത്യം വ്യാപിപ്പിക്കുന്നു. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. നമ്മൾ ബംഗാൾ പറഞ്ഞു. രണ്ടാമത്തെ പ്രദേശം ഏതാണെങ്കിൽ മറ്റൊരു പ്രദേശം ഏതാണ്? മൈസൂർ ആണ്, ഓർത്തു വെക്കുക. ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. അപ്പം സൗത്ത് ഇന്ത്യയാണ്. നേരത്തെ നമ്മൾ എന്താണ് പറഞ്ഞത്? നോർത്ത് ഇന്ത്യയാണ്. അപ്പം ദക്ഷിണേന്ത്യയിലെ വളരെ പ്രധാനമായിട്ടുള്ള അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു നമ്മുടെ മൈസൂർ. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. ആ കാലഘട്ടത്തിൽ മൈസൂർ എന്ന് പറയുന്നത് പ്രബല ശക്തിയായിരുന്നു. അപ്പൊ ദക്ഷിണേന്ത്യയിലെയാണ് മൈസൂർ. ആ കാലഘട്ടത്തിൽ പ്രബല ശക്തിയായിരുന്നു മൈസൂർ. അപ്പം ഈ പ്രദേശത്തെയും നമ്മുടെ ബ്രിട്ടീഷുകാർ പിന്നീട് എന്ത് ചെയ്തു? അതും അവരുടെ കൺട്രോളിലാക്കി എന്നത് മനസ്സിലാക്കുക. ഇനി മൈസൂർ ആ കാലഘട്ടത്തിൽ വളരെ പ്രഗത്ഭ ശക്തിയാവാൻ കാരണം എന്തുകൊണ്ട്? രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാണടാ അത്? അതാ ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താനും. ആ രണ്ട് വ്യക്തിത്വങ്ങൾ ആരാണ്? ഒന്ന് ഹൈദർ അലിയാണ്, ഒന്ന് ടിപ്പു സുൽത്താനാണ്. ഓർത്തു വെക്കുക. അത് പ്രബല ശക്തിയായിരുന്നു. മൈസൂരിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. അപ്പം മൈസൂരിന്റെ ആധിപത്യം എന്ന് പറയുമ്പോൾ എന്താണ്? മൈസൂറും നമ്മുടെ കർണാടകയിലല്ലേ മൈസൂർ. അപ്പൊ ഇത് നമ്മുടെ മലബാർ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ മലബാർ ഭാഗങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. അപ്പം ബ്രിട്ടീഷുകാർ ആരുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു? മലബാറുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പം മൈസൂർ ഒരു പ്രബല ശക്തിയാണ്. ആ പ്രബല ശക്തി അവരുടെ ഒരു കൺട്രോൾ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി മൈസൂരിൽ നിന്ന് മലബാറിലേക്കും അവരുടെ ഒരു കൺട്രോൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ കച്ചവടം ചെയ്തിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതൊരു തലവേദനയായി മാറുകയാണ് ഉണ്ടായത്. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അപ്പോൾ രണ്ട് കാരണങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു മൈസൂരിൻ്റെ ഒരു കണക്ഷൻ മലബാറിൽ വരുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരും ആയിട്ട് ചെറിയ കച്ചവട ബന്ധങ്ങളും മറ്റും റിലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫ്രഞ്ച് എന്ന് പറയുന്നത് മറ്റൊരു യൂറോപ്യൻ ശക്തിയാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് ഫ്രഞ്ചുകാരനോട് ഒട്ടും താല്പര്യമില്ല. അപ്പം ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? മൈസൂരിൻ്റെ പ്രബല ശക്തിയാക്കി മാറ്റിയ ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരോട് എന്തുണ്ടായിരുന്നു? ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അത് ആർക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല? നമ്മുടെ ഈ ബ്രിട്ടീഷുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. 4 മൈസൂർ യുദ്ധങ്ങളാണ് ഉണ്ടായത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൽ 4ാമത്തെ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് 1898, 99 കാലങ്ങളിൽ നടന്നു. ആ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു? ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു. അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം മരണം വരിച്ചു. അപ്പം മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ
കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. അപ്പൊ ഏത് യുദ്ധത്തിലൂടെയാണ് മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു ആയത് എന്നൊരു ചോദ്യം വന്നാൽ ഏതൊക്കെയാണെടാ? ഒന്ന് മലബാറും ഒന്ന് കൂർഗുമാണ്. അപ്പം നമ്മൾ ഈ പേജിൽ NCERT ബുക്കിലുള്ള പേജാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. എന്തായിരുന്നു? രണ്ടാമത് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന സ്ഥലമാണ് മൈസൂർ. മൈസൂർ ഒരു ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു എന്നോർക്കണം. മൈസൂർ ഭരിച്ചിരുന്ന പ്രബല ശക്തികളായിരുന്നു ആര്? നമ്മുടെ ഹൈദരാലിയും ടിപ്പു സുൽത്താനും എന്നോർക്കണം. അതുപോലെ ഈ മൈസൂരിന്റെ ഒരു കണക്ഷൻ എക്സ്റ്റൻഷൻ മലബാറിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ മലബാറിൽ എന്ത് ചെയ്തിരുന്നു? കച്ചവടം നടത്തിയിരുന്നു. അപ്പം അത് ഒരു കാരണം, അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങി. രണ്ടാമത്തെ കാരണം എന്താണ്? ടിപ്പു സുൽത്താൻ, മൈസൂരിന്റെ അധിപതിയായ ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായി നടത്തിയ സൗഹൃദം, അല്ലെ, അവരുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം ബ്രിട്ടീഷുകാർക്ക് താല്പര്യമില്ല ായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങൾ നടക്കുന്നു. 4 മൈസൂർ യുദ്ധങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ 1798-99 കാലഘട്ടത്തിൽ നടന്ന 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് തോൽക്കുകയും മരണം വരിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർക്ക് മലബാറും കൂർഗും എന്നീ 2 പ്രദേശങ്ങൾ അവരുടെ കൺട്രോളിലാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കടാ, ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങളാണ് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. നമ്മൾ കണ്ടു അല്ലേ, നേരത്തെ പിക്ചറിൽ എന്താണ് കണ്ടത്? ഇവിടത്തുള്ള കുറച്ച് ഭാഗവും ഇവിടെ കുറച്ച് ഭാഗവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോൾ, അതായത് 1800കളുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്ത് കാണാൻ സാധിച്ചു? ഇത്രയും ഭാഗം ആരുടെ കൺട്രോളിലായി വന്നു? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ പിക്ചറിലൂടെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു എന്നാണ്. അപ്പം ഏത് നൂറ്റാണ്ടാണ്? 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ബ്രിട്ടീഷ് അധീനതയിലായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ഈ പിക്ചറിലൂടെ കാണുന്നത്. ഇനി നോക്കടാ, മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. അപ്പം എവിടെ കിട്ടി? നമ്മുടെ ബംഗാൾ കിട്ടിയല്ലേ? ഫസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? മൈസൂറും കിട്ടി, രണ്ടാമത് മൈസൂറായി അല്ലേ? മൈസൂറായി. അപ്പൊ മൂന്നാമത് എന്തായിരുന്നു? മൂന്നാമത് അവരുടെ കണ്ണ് എവിടെയായിരുന്നു? മറാത്ത പ്രദേശങ്ങളിലായിരുന്നു. മറാത്തയിലായിരുന്നു മൂന്നാമത് അവരുടെ കണ്ണ്. നോക്കാം, മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന്റെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇനി എന്തുകൊണ്ടാണ് മറാത്തയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കണമെന്ന് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചത്? അത് ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. നമുക്കറിയാം അല്ലേ, ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് പരുത്തി കൃഷിയുടെ ഒരു മേഖലയാണ്. അപ്പം ആ ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ പരുത്തി കൃഷി ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ടെറിട്ടോറിയൽ ഏരിയയുടെ പ്രധാനികളായ മറാത്തികൾ എന്താണ്, ബ്രിട്ടീഷുകാരെ അവർക്ക് താല്പര്യപ്പെടുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന്റെ തടസ്സങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. മറാത്തകൾ. ഈ മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അപ്പം ഇനി എന്ത് ചെയ്യണം? മറാത്ത പ്രദേശം കീഴടക്കിയാലേ പരുത്തി കൃഷിക്ക് അവർ ഉണ്ടാക്കുന്ന തലവേദന അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ബംഗാളിൽ തുടങ്ങി, മൈസൂറിൽ, പിന്നെ മറാത്ത, പിന്നെ അതിന് പിറകെയായിട്ട് എവിടെയാടാ നോക്കൂ, സിന്ധ്, അതുപോലെ തന്നെ പഞ്ചാബ്, അവധ്, അങ്ങനെ ഓരോ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. ഓക്കെ, മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. അപ്പം കുറേ നാട്ടുരാജ്യങ്ങളെ അവരെന്ത് ചെയ്തു? യുദ്ധങ്ങളിലൂടെ അവർ വിജയിക്കുകയും അവരുടെ ആധിപത്യം നേടിയെടുക്കുകയും ചെയ്തു. ചില നാട്ടുരാജ്യങ്ങളിൽ എന്ത് ചെയ്തു? ഉടമ്പടികളിലൂടെ ചില പാക്റ്റുകൾ, ചില എഗ്രിമെന്റുകൾ വെച്ചിട്ട്, കാര്യം ഈ നാട്ടുരാജ്യങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കും, യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണെങ്കിൽ അപ്പം എന്തെങ്കിലും ഉടമ്പടികൾ വെക്കും. ഇങ്ങനെയാണെങ്കിൽ ചില കണ്ടീഷൻസ് വെക്കും. അപ്പം ഉടമ്പടികളിലൂടെ ചില നാട്ടുരാജ്യങ്ങളെ കീഴടക്കി. പിന്നെ നിയമനിർമ്മാണം വഴിയും രണ്ടാമത് ചില നിയമങ്ങളെല്ലാം അവരെന്ത് ചെയ്തു? കൊണ്ടുവരും. ആ നിയമങ്ങൾ അനുസരിക്കണം എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷ് എന്ന പ്രബല ശക്തിയെ എതിർത്ത് നിൽക്കാൻ പറ്റാത്ത നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഭരിക്കുന്നതിന് വേണ്ടി ഇവരുടെ കൺട്രോളിൽ നിൽക്കാൻ തയ്യാറാകുന്നു. അപ്പം ചില നിയമനിർമ്മാണങ്ങൾ വഴി അവർ വരുതിയിലാക്കിയത്. വെല്ലസ്ലി പ്രഭു
നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ 4 ക്വസ്റ്റ്യൻ പഠിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ സെക്ഷൻസ് ഉണ്ട്, ഞാൻ എല്ലാം കൂടി ഇന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണ്? വെല്ലസ്ലി പ്രഭു, ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്നതാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇവിടെ ഒരു ചോദ്യം ഉണ്ടടാ, ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബ്രിട്ടീഷ് വൈസ്രോയ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വെല്ലസ്ലി പ്രഭുവാണ്. അപ്പം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? അത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. മറ്റൊരു ചോദ്യം, മറ്റൊരു ക്വസ്റ്റ്യൻ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നറിയപ്പെടുന്ന ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? അത് ഡൽഹൌസി പ്രഭുവാണ്. അപ്പൊ ഇതിന്റെ വൈസ്രോയി ഗവർണർ ജനറലിന്റെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മൾ ആ സെക്ഷനിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഇയറും സൈനും നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നതാണ് സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നതാണ് ദത്തവകാശ നിരോധന നിയമം. അപ്പം ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഇവര് നാട്ടുരാജ്യങ്ങളെ അവരുടെ കൺട്രോളിലാക്കി എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ഈ പേജിൽ പ്രധാനമായിട്ട് എന്ത് പറഞ്ഞു? മൂന്നാമത് അവർ കണ്ടുവച്ചത് മറാത്തയാണെന്ന് പറഞ്ഞു. മറാത്ത കണ്ടുവയ്ക്കാനുള്ള കാരണം പരുത്തി കൃഷിയെ തടസ്സപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? പിന്നെ അവർ ഇതിന്റെ ഒന്നിനു പുറകെയായിട്ട് സിന്ധ്, പഞ്ചാബ്, അവധ് ഈ 3 നാട്ടുരാജ്യങ്ങളും അവരുടെ കൺട്രോളിലായി എന്ന് പറഞ്ഞു. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണ വഴിയുമാണ് അവർ എന്ത് ചെയ്തത്? അവരുടെ കൺട്രോളിലാക്കിയത്. പിന്നെ എന്ത് പറഞ്ഞു? വെല്ലസ്ലി പ്രഭു എന്താണ് കൊണ്ടുവന്നത്? സൈനിക സഹായ വ്യവസ്ഥ. അതുപോലെ തന്നെ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നതാണ് ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. നിങ്ങൾ ഇതെല്ലാം എന്താണ് പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനിയും സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ. മറ്റൊരു ചോദ്യം ഇവിടെ ഉണ്ടാ നോക്കടാ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. അപ്പം സൈനിക സഹായ വ്യവസ്ഥ ആര് കൊണ്ടുവന്നതാണ്? വെല്ലസ്ലി പ്രഭു, ലോർഡ് വെല്ലസ്ലി പ്രഭു അല്ലെ. ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഓക്കെ, നോക്കടാ. ഇപ്പൊ നമ്മൾ കണ്ടത് 1857 നമ്മൾ ആദ്യം ഒരു പിക്ചർ കണ്ടു അല്ലേ? നമ്മുടെ ബംഗാളിന്റെ കുറെ ഭാഗങ്ങൾ അവരുടെ കൺട്രോളിലായിരുന്നു. രണ്ടാമതൊരു പിക്ചർ കണ്ടു, അത് എക്സ്റ്റെൻഡ് ചെയ്തു. 1857 വിപ്ലവത്തിന്റെ ആ കാലഘട്ടമായപ്പോൾ ഈ പിക്ചറിൽ കണ്ടോ, ഇതെല്ലാം ആരുടെ കൺട്രോളിലായ അധീനതയിലായ സ്ഥലങ്ങളാണ്? ബ്രിട്ടീഷുകാരുടെ. ഇനി ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നേരത്തെ എന്താണ് പറഞ്ഞത്? ഏതൊക്കെ സ്ഥലങ്ങളാണ്, ഏതൊക്കെ പ്രദേശങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥ, ലോർഡ് വെല്ലസ്ലിയുടെ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷിന്റെ കൺട്രോളിലായത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഒപ്പുവച്ചത് എന്ന് പറഞ്ഞു. ഇനി നോക്കടാ, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ അതായത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെ വന്നതാണ് ഏതൊക്കെയാടാ? സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഓക്കെ, ഇനി അടുത്തത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നു. അപ്പൊ നമ്മൾ ഒരു എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പൊ എന്താണ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ലഭിച്ചിരുന്നത്? സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി എന്ത് നൽകും? സുരക്ഷ ഉറപ്പ് നൽകും. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. വെറുതെ റബ്ബർ സ്റ്റാമ്പ് പോലെ അവിടെ ഇരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് അവിടുത്തെ രാജാക്കന്മാർക്ക് വലിയ പവറൊന്നുമില്ല. അവിടുത്തെ പ്രധാന ഭരണങ്ങളെല്ലാം ഈ ഒരു പാക്റ്റിൽ ഒപ്പുവെക്കുന്നതോടുകൂടി അവർക്ക് നഷ്ടപ്പെടും. അതെല്ലാം ബ്രിട്ടീഷുകാരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വരുന്ന ആളുകൾക്കാണ് ലഭിക്കുന്നതെന്നും ഓർക്കുക. ഇനി പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. അതായത് ഇപ്പം ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രാദേശിക സ്ഥലം, അവിടുത്തെ രാജാവിന് മക്കളില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് അവർ മക്കളെ ദത്തെടുക്കും.
എന്നിട്ട് ഇവരുടെ കാലശേഷം ഈ മക്കൾ തന്നെ എന്ത് ചെയ്യുന്നു, രാജാവിൻ്റെ ആ പൊസിഷനിലേക്ക് വരുന്നു. അപ്പം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഓക്കെ അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു എന്നതുകൂടി ഓർക്കുക. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. ആ ദത്തെടുത്തിട്ട് രാജാവാകുന്ന കുട്ടിക്ക് എന്ത് ലഭിക്കില്ല, രാജ്യാവകാശം ലഭിക്കില്ല എന്നതാണ് ഏത് നിയമത്തിലൂടെ, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഡൽഹൌസി കൊണ്ടുവന്ന പുതിയ സംഭവം. അപ്പോൾ പുരുഷ അനന്തരാവകാശം ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഡോക്ട്രിൻ ഓഫ് ലാപ്സിൽ കൊണ്ടുവന്നത് ഡൽഹൌസി എന്തായിരുന്നു, ഒരു രാജ്യത്തെ രാജാവിന് മക്കളില്ല, അദ്ദേഹം ദത്തെടുക്കുന്നു. പൊതുവെ ആ ദത്തെടുക്കുന്ന കുട്ടി പിന്നീട് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് മാറുന്നു. പക്ഷേ ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നപ്പോൾ, ആ നിയമം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് എന്താണ്, അങ്ങനെ ദത്തെടുത്ത് രാജാവാകുന്നവർക്ക് രാജാവായി തുടരാൻ അവകാശമില്ല. ആ രാജാവ്, അതായത് മക്കളില്ലാത്ത ആ രാജാവിന്റെ കാലശേഷം ആ സ്ഥലം അല്ലെങ്കിൽ ആ ടെറിട്ടോറിയൽ ഏരിയ ആ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവും എന്നതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വ്യത്യസ്ത തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. ഓക്കെ, അത് നമുക്കറിയാമല്ലേ, നമുക്ക് പല 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 തന്ത്രങ്ങളാണ് അവർ കൊണ്ടുവന്നത്, അല്ലേ? അതിലുള്ള 2 ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. ഓക്കെ, അത് കഴിഞ്ഞ് അവരവിടെ എന്ത് നടപ്പിലാക്കി, ഏകീകൃത ഭരണം നടപ്പിലാക്കി എന്നതും കൂടി ഓർക്കുക. ഇനി നമ്മുടെ കമ്പനി അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെ ഒരു ഔട്ട്ലുക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. കമ്പനി അധികാരത്തിൽ വന്നപ്പോൾ യുദ്ധങ്ങൾ വഴിയും നിയമനിർമ്മാണങ്ങൾ വഴിയും അവരെന്ത് ചെയ്തു, നമ്മുടെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തു. അപ്പം യുദ്ധങ്ങൾ വഴിയാണ് പ്ലാസി യുദ്ധം, അല്ലേ? 1757 പ്ലാസി യുദ്ധം, 1764 ബക്സാർ യുദ്ധം, മൈസൂർ യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മറാത്ത യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ബംഗാളിലാണ് പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. ഇവിടെ ആദ്യം കണ്ടുവച്ചതാണ് ബംഗാൾ. മൈസൂർ യുദ്ധം, മലബാർ, കൂർഗ് ഭാഗങ്ങൾ. മൈസൂർ യുദ്ധത്തോടു കൂടി അവർക്ക് ലഭിച്ചത് എവിടെയാണ്, മലബാറും കൂർഗും ലഭിച്ചു, അല്ലേ? മറാത്ത യുദ്ധങ്ങൾക്ക് ശേഷം അവർക്ക് മറാത്തയുടെ ഭാഗവും അവർക്ക് ലഭിച്ചു. ഓക്കെ, ഇപ്പുറത്ത് വന്നാൽ നിയമനിർമ്മാണങ്ങൾ, നമ്മൾ പ്രധാനപ്പെട്ട 2 നിയമനിർമ്മാണമാണ് പറഞ്ഞത്. ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ, അതുപോലെ തന്നെ ഡൽഹൌസി കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം. അതിൽ ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, DD അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ഇനി അപ്പം സൈനിക സഹായ വ്യവസ്ഥ വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഓക്കെ, അതുപോലെ ദത്തവകാശ നിരോധനം വഴി ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയവ എന്നതുകൂടി ഓർത്തു വെക്കുക. അപ്പൊ കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി എന്നതും കൂടി ഓർത്തു വെക്കുക. ഏകീകരണ ഭരണ സംവിധാനം നടപ്പിലാക്കി. ഓക്കെ, അടുത്തത് ബ്രിട്ടീഷ് ആഗമനമാണ്. ബ്രിട്ടീഷ് ആഗമനം എന്ന ടോപ്പിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണ്, ബ്രിട്ടീഷ് ആഗമനമാണ്, അല്ലേ? അതിൽ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്, SCERT പുസ്തകങ്ങളിലൂടെ നമ്മൾ ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് പോയതാണ്. SCERT സീരീസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ മൊത്തം ചാപ്റ്ററിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ആദ്യമായി നമുക്ക് മാസ്റ്റർ റാൽഫ് ഫിഷിനെ പരിചയപ്പെടാം. ആരാണ് മാസ്റ്റർ റാൽഫ് ഫിഷ്? ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനായിരുന്നു മാസ്റ്റർ റാൽഫ് ഫിഷ്. ഒരു ക്വസ്റ്റൻ അല്ലേടാ, ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫ് റാൽഫ് ഫിഷ്. ഓക്കെ, അദ്ദേഹം ഇന്ത്യയിലെത്തിയ വർഷം, അടുത്തൊരു ചോദ്യം, ഇന്ത്യയിലെത്തിയ വർഷം 1583. അപ്പം മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ് ആദ്യമായി ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാരൻ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനായിരുന്നു മാസ്റ്റർ റാൽഫ് ഫിച്ച്. അദ്ദേഹം ഇന്ത്യയിലെത്തിയ വർഷമാണ് 1853. ഇനി മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ രാജസദസ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം. അടുത്ത ചോദ്യം ഇവിടെയുണ്ട്, അല്ല എല്ലാം ചോദ്യങ്ങളാണ്, എല്ലാം PYQ ആണ്. മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ രാജസദസ്. അപ്പോൾ റാൽഫ് ഫിഷ് ഏത് ചക്രവർത്തിയുടെ രാജസദസ്സിലാണ് വന്നത്? ആരുടെയാണെടാ? അക്ബറിന്റെ രാജസദസ്സിലാണ് വന്നത്, അല്ലേ? അപ്പം അക്ബറിന്റെ രാജസദസ്സിൽ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്?
മാസ്റ്റർ റാൽഫ് ഫിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ 4 പോയിന്റ് പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന്, മാസ്റ്റർ റാൽഫ് ഫിച്ചിന്റെ പ്രത്യേകത അല്ലെ, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. അതുപോലെ അദ്ദേഹം വന്ന വർഷം നമ്മളിവിടെ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, മുഗൾ ചക്രവർത്തിയായ അക്ബറിനെയാണ് അദ്ദേഹം വിസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. 4ാമത്തെ പോയിന്റ്, ഒരു മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ രാജസദസ്സ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു? മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്നും നമ്മൾ പറഞ്ഞു. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ, ദാറ്റ് ഇസ് പൈനിയർ ഇംഗ്ലീഷ് മാൻ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദ്യം വരാം, പൈനിയർ ഇംഗ്ലീഷ് മാൻ അല്ലെങ്കിൽ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെട്ട വ്യക്തിത്വം ആരാണിടാ? അത് മാസ്റ്റർ റാൽഫ് ഫിച്ച്. അപ്പം നമ്മൾ മാസ്റ്റർ റാൽഫ് ഫിച്ചിനെ കുറിച്ച് 4 പോയിന്റ് പറഞ്ഞു, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനായിരുന്നു, വന്നത് 1583 മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ സദസ്സിലാണ് അദ്ദേഹം വന്നത്. ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ്. അടുത്തത് മെർച്ചന്റ് അഡ്വഞ്ചറേഴ്സ്. എന്താണ് മെർച്ചന്റ് അഡ്വഞ്ചറേഴ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണല്ലേ. ഇംഗ്ലണ്ടിലെ ഒരു കൂട്ടം വ്യാപാരികൾ, അവരാണത് 1599 ഏഷ്യയുമായി വ്യാപാരം നടത്തുന്നതിനായി മെർച്ചന്റ് അഡ്വഞ്ചറേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു കമ്പനി രൂപീകരിച്ചു. ഓർത്തു വയ്ക്കുക, മെർച്ചന്റ് അഡ്വഞ്ചറേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം 1599 ഏഷ്യയിൽ വ്യാപാരം നടത്തുന്നതിനായി ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനിയുടെ പേരെന്താണ്? അതാണ് മെർച്ചന്റ് അഡ്വഞ്ചറേഴ്സ്. ക്ലിയർ അല്ലേ? ഈ കമ്പനി ആരംഭത്തിൽ ഗവർണർ ആൻഡ് കമ്പനി ഓഫ് മർച്ചന്റ്സ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ഇൻ ടു ദ ഈസ്റ്റ് ഇൻഡീസ് എന്നായിരുന്നു ഈ കമ്പനിയുടെ ആദ്യം അറിയപ്പെട്ട പേര്. എന്നാൽ പിന്നീട് ഇതിനെ ഷോർട്ട് ചെയ്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വിളിക്കപ്പെട്ടു. അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, ജോൺ കമ്പനി. അപ്പം ജോൺ കമ്പനി എന്ന് പറഞ്ഞാലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാലും ഗവർണർ ആൻഡ് കമ്പനി ഓഫ് മർച്ചന്റ്സ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ഇൻ ടു ദ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഓർമ്മ നിങ്ങളിൽ ഉണ്ടാവണം. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി. നമ്മളിപ്പോൾ ഒരു ഉടമ്പടിയെ കുറിച്ചാണ് പറയുന്നത്. ആ ഉടമ്പടിയുടെ പേരാണ് റോയൽ ചാർട്ടർ. എന്താണ്? റോയൽ ചാർട്ടർ. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽട്ടൺ ഹോൾ. അതുകൊണ്ടാണ് ജോൺ കമ്പനി എന്നും ഇത് അറിഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കടാ, ഈ പോയിന്റിൽ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയുടെ പേരെന്താണ്? റോയൽ ചാർട്ടർ. എന്താണ് പേര്? റോയൽ ചാർട്ടർ. ഇനി എന്ത് പറഞ്ഞു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽട്ടൺ ഹോൾ. ക്ലിയർ ആണല്ലോ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 15 വർഷത്തേക്ക് പ്രത്യേക വ്യാപാര അവകാശം നൽകിക്കൊണ്ട് എലിസബത്ത് I രാജ്ഞി 1600 ഡിസംബർ 31 ഒരു വിളംബരം പുറപ്പെടുവിച്ചു. 1600 ഡിസംബർ 31 കമ്പനി ഔദ്യോഗികമായി സ്ഥാപിതമായത്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റുകൾ കൃത്യമായിട്ട് ഓർക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 15 വർഷത്തേക്കാണ് പ്രത്യേക വ്യാപാര അവകാശം നൽകിക്കൊണ്ട് എലിസബത്ത്. അപ്പം എത്ര വർഷത്തേക്കെന്ന് ചോദിക്കും. 15 വർഷത്തേക്ക്. ആര് കൊടുത്തു? എലിസബത്ത് ഫസ്റ്റ് ആണ് കൊടുത്തത്. കൊടുത്ത ദിവസം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 1600 ഡിസംബർ 31. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1600 ഡിസംബർ 31 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 വർഷത്തേക്കാണ് എലിസബത്ത് ഫസ്റ്റ് ആണ് ഇത് നൽകിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഔദ്യോഗികമായി കമ്പനി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് 1600 ഡിസംബർ 31. വീണ്ടും പറയുകയാണ്, 1600 ഡിസംബർ 31 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായി സ്ഥാപിതമാകുന്നത്. ഇതിന് അനുമതി കൊടുത്തത് എലിസബത്ത് ഫസ്റ്റ് ആണ്. 15 വർഷത്തേക്കാണ് പ്രത്യേക വ്യാപാര അവകാശം നൽകിയത്. ക്ലിയർ അല്ലേ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുമ്പോഴത്തെ മുഗൾ ചക്രവർത്തി ആരാണ്?
അക്ബർ ആണ് അല്ലെ. 1600 അല്ലെ. 1600 ഡിസംബർ 31 ഇത് സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ ആണ്. ഗ്രേറ്റ് അക്ബർ ആണ് അല്ലെ. 1600 ഡിസംബർ 31 ഫോം ചെയ്യുമ്പോൾ ആരാണ് മുഗൾ ചക്രവർത്തി? അത് അക്ബർ ആണ് എന്നത് ഓർക്കുക. ഇനി 1609 മെയ് മാസത്തിൽ ജെയിംസ് ഒന്നാമൻ രാജാവ് കമ്പനിയുടെ ചാർട്ടർ അനിശ്ചിത കാലത്തേക്ക് നീട്ടുകയും ചെയ്യും. അപ്പൊ ആദ്യം 15 വർഷം പറഞ്ഞു, പിന്നീട് എന്താണ് പറഞ്ഞത്? കമ്പനിയുടെ ചാർട്ടർ അനിശ്ചിത കാലത്തേക്ക് നീട്ടിക്കൊടുത്ത എന്താണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ രാജാവ് എന്താണ് ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഒന്നാമനാണ്. ആരാണ്? ജെയിംസ് ഒന്നാമനാണ്. ജെയിംസ് ഒന്നാമൻ. അതേപോലെ നമ്മൾ നേരത്തെ എലിസബത്ത് ഫസ്റ്റും പറഞ്ഞു, എലിസബത്തിനെയും പറഞ്ഞു. അപ്പൊ രണ്ടുപേരുടെ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരണം. ഓക്കെ. 1600 സ്ഥാപിതമാവുന്ന സമയത്ത് ആരായിരുന്നു രാജ്ഞി? ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് ഫസ്റ്റ് ആയിരുന്നു. 15 വർഷത്തേക്കാണ്. പിന്നീട് നമ്മൾ എന്ത് പഠിച്ചു? 1609 മെയ്യിൽ ജെയിംസ് ഒന്നാമൻ രാജാവ് കമ്പനിയുടെ ചാർട്ടർ വീണ്ടും അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊടുത്തു എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് 2 ബ്രിട്ടീഷ് വ്യക്തിത്വങ്ങളെ നമ്മൾ പറയുന്നുണ്ട്. അവരുടെ ടൈം എല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികൾ എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഏതൊക്കെ വ്യക്തിത്വങ്ങളെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1608 ഡേറ്റ്, വ്യക്തിയെയും ഓർത്തു വയ്ക്കുക. വില്യം ഹോക്കിൻസ് ആണ് സൂറത്തിൽ, സ്ഥലം എവിടെയാണ്? സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ജഹാംഗീർ ചക്രവർത്തിയാണ് കൊട്ടാരത്തിലെത്തി കാണുന്നത്. ഓക്കെ. പക്ഷേ പോർച്ചുഗീസുകാരുടെ എതിർപ്പ് കാരണം ഈ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ 1612 ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് നാവികസേന പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഓക്കെ, ഇവിടെ നോക്കടാ. 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചില്ല, അതിന്റെ അനുമതിക്കായിട്ട്. അപ്പൊ 1608 ആര് വന്നു? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് വന്നു. ഓക്കെ. എന്തിനാണ് വന്നത്? സൂറത്തിൽ അല്ലേ. സൂറത്തിൽ എന്ത് വേണം? ഒരു ഫാക്ടറി സ്ഥാപിക്കണം. അതിനെന്ത് വേണം? പെർമിഷൻ വേണം. ആരുടെ കയ്യിൽ നിന്ന്? ആ കാലഘട്ടത്തിലെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കയ്യിൽ നിന്ന്. കാര്യം 1605 ഒക്ടോബർ മാസത്തിൽ ആര് മരിക്കുകയാണ്? നമ്മുടെ അക്ബർ ചക്രവർത്തി മരിക്കുകയാണ്. അപ്പൊ ശേഷം അധികാരത്തിൽ എത്തിയ ജഹാംഗീർ ആണ്. അപ്പം 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ജഹാംഗീറിൽ നിന്നുമാണ് സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് അതിന്റെ അനുമതിക്കായിട്ട് വന്നത്. ഇനിയും പക്ഷേ പോർച്ചുഗീസുകാരുടെ എതിർപ്പ് കാരണം ഈ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ 1498 മുതലേ ഇന്ത്യയിൽ ആരെത്തിക്കഴിഞ്ഞു? പോർച്ചുഗീസുകാരായിരുന്നു. അപ്പം അവർ ഓൾറെഡി ഇവിടെ കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് മറ്റൊരു യൂറോപ്യൻ ശക്തിയായ ബ്രിട്ടീഷുകാരോട് വലിയ താല്പര്യമില്ല. സ്വാഭാവികമായിട്ടും ഇത് എന്താണ്, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങി. 1612 ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റ്, അപ്പം അടുത്ത വർഷം തോമസ് ബെസ്റ്റ് ആണ് ഇംഗ്ലീഷ് നാവികസേന പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അപ്പം സ്വാഭാവികമായിട്ട് കോൺഫ്ലിക്റ്റ് തുടങ്ങി. അങ്ങനെ 1612 ആയപ്പോൾ തോമസ് ബെസ്റ്റ് എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് നാവികസേന പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ഈ പേജിൽ ആരെയൊക്കെ കണ്ടു നോക്കാം. 1608 ഓർക്കുക. വില്യം ഹോക്കിൻസ്, ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെ ഓർക്കുക. അദ്ദേഹം ജഹാംഗീർ ചക്രവർത്തിയെ കാണുന്നു. ആവശ്യം എന്താണ്? സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കണം. ഓക്കെ. പക്ഷേ ആ സമയത്ത് പോർച്ചുഗീസുകാർക്ക് ഇതിനെ എതിർത്തു. സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും തമ്മിലൊരു യുദ്ധം നടക്കുകയാണ്. 1612 തോമസ് ബെസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് നാവികസേന ആരെ പരാജയപ്പെടുത്തുന്നു? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറിയെ കുറിച്ച് പഠിക്കാം. 1613 തോമസ് ആൽവർത്തിന്റെ നേതൃത്വത്തിൽ സൂറത്തിൽ ഒരു ഫാക്ടറി. അപ്പം നമ്മളിപ്പുറത്ത് കണ്ടല്ലേ, എന്താണ് 1600 വില്യം ഹോക്കിൻസ് സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു എന്നതാണ് നമ്മൾ കണ്ടത്. സ്ഥാപിച്ചു എന്നല്ല, സ്ഥാപിക്കാനുള്ള അനുമതി എടുത്തു എന്നാണ് നമ്മൾ കണ്ടത്. പിന്നെ എന്ത് കണ്ടു? 1613 തോമസ് ആൽസ്വർത്തിന്റെ നേതൃത്വത്തിൽ സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുവാൻ ജഹാംഗീർ ചക്രവർത്തി അനുമതി കൊടുത്തു. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറയടാ, വർഷം ഓർക്കുക. 1613 ആരുടെ നേതൃത്വത്തിലാണ്? തോമസ് ആൽവർസിന്റെ നേതൃത്വത്തിലാണ്. എവിടെയാണ്? സൂറത്തിലാണ്. അനുമതി കൊടുത്ത ചക്രവർത്തി ആരാണ്? അത് ജഹാംഗീർ ആണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി ആയിരുന്നു ഇത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? സൂററ്റിലാണ്. വർഷം ഏതാണടാ? 1613 അല്ലെ? സൂററ്റിലാണ്. ആരാണ് പെർമിഷൻ കൊടുത്തത്? ജഹാംഗീർ ആണ് പെർമിഷൻ കൊടുത്തത്. ഓക്കെ. 1615 ബ്രിട്ടനിലെ ജെയിംസ് ഒന്നാമൻ രാജാവ് സർ തോമസ് റോയെ ഇന്ത്യയിലെ തന്റെ അംബാസഡറായി അയച്ചു. അടുത്തൊരു ചോദ്യം ഇവിടെയാണ്. വർഷം ആലോചിക്കുക. 1615 ബ്രിട്ടനിലെ ജെയിംസ് ഒന്നാമൻ രാജാവ് തന്റെ പ്രതിനിധിയെ അല്ലെങ്കിൽ തന്റെ അംബാസഡറായി ഇന്ത്യയിലേക്ക് അയച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സർ തോമസ് റോയാണ്. തോമസ് റോ. അപ്പം നമ്മൾ തോമസ് ബെസ്റ്റ് പറഞ്ഞു, തോമസ് ആൽവർത്ത് പറഞ്ഞു, അല്ലെ? തോമസ് റോയ് പറഞ്ഞു. അപ്പം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുക. അടുത്തത് ആഗ്ര, അഹമ്മദാബാദ്, ഭറൂച്ച്, മസൂലിപട്ടണം എന്നിവിടങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള അവകാശം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ സർ തോമസ് റോ വിജയകരമായി നേടിയെടുത്തു. അപ്പം പെർമിഷന് വേണ്ടി നമ്മുടെ ജഹാംഗീർ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ അത് മാത്രമാണോ? അല്ല. ആഗ്ര, അഹമ്മദാബാദ്, ഭറൂച്ച്, മസൂലിപട്ടണം ഇവിടെ എല്ലാം എവിടെയൊക്കെ ഒന്നുകൂടി? ആഗ്ര, അഹമ്മദാബാദ്, ഭറൂച്ച്, മസൂലിപട്ടണം ഇവിടെ എല്ലാം എന്നിവിടങ്ങളെല്ലാം എന്ത് സ്ഥാപിക്കാൻ? ഫാക്ടറികൾ സ്ഥാപിക്കാൻ എന്താണ് ആർക്ക് അനുമതി ലഭിച്ചു? സർ തോമസ് റോയ്ക്കാണ് അനുമതി ലഭിച്ചത്. ആർക്ക് അനുമതി ലഭിച്ചു? സർ തോമസ് റോയ്ക്കാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി മസൂലിപട്ടണത്ത്. വളരെ ഇമ്പോർട്ടൻ്റ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള PYQ ആണ്. ഒരു PYQ ആണ്. സൂററ്റും PYQ ആണ്. അപ്പൊ 1613 എവിടെയാണ്? സൂറത്തിൽ അല്ലേ? സൂറത്തിൽ. പെർമിഷൻ ചോദിച്ചത് 1608 സൂററ്റില്. അതിനുശേഷം 1616 എവിടെ? മസൂലി പട്ടണത്ത്. എവിടെയാണടാ? മസൂലി പട്ടണത്തിൽ. എന്താണ് മസൂലി പട്ടണത്തില്? 1616 മസൂലി പട്ടണത്തില് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി. രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇനി അടുത്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യ പ്രധാന കച്ചവടത്താവളങ്ങൾ. ഇന്ത്യയിലെ പ്രധാന കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട താവളങ്ങൾ എവിടെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട താവളങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ? 1 മദ്രാസ്, 2 ബോംബെ, 3 കൽക്കട്ട. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്ഥലങ്ങളാണല്ലേ. ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട താവളങ്ങൾ. അപ്പൊ ഇന്ത്യയിലെ പ്രധാന കച്ചവട താവളങ്ങൾ ഏതൊക്കെയാണടാ? 1 മദ്രാസ്, 2 ബോംബെ, 3 കൽക്കട്ട. ഓക്കെ അല്ലേ? ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ സ്ഥാപിച്ച ആദ്യ കോട്ട നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ് ആദ്യ ഫാക്ടറി? സൂറത്തിൽ 1613. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലിപട്ടണത്ത് PYQ ആണ്. 1616 ദാ പറയുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ചോദ്യം സ്ഥാപിച്ച് ആദ്യ കോട്ട ഏതെന്നാണ് ചോദ്യം. ഏതാണടാ അത് സെന്റ് ജോർജ് കോട്ട. വർഷം 1644. ഇവിടെ ഇങ്ങനെ നോക്കടാ. 4 × 4 അല്ലേ 16. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. കോട്ടയായിരുന്നു, ഒരു കോട്ട. 4ന്റെ കോട്ട എന്നൊക്കെ വല്ലതും പഠിച്ചു വയ്ക്കുക. സെന്റ് ജോർജ് കോട്ട. എന്താണ് പ്രത്യേകത? ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ആദ്യ കോട്ട. പ്രത്യേകത ആദ്യ കോട്ട. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കോട്ട സെന്റ് ജോർജ് കോട്ട. വർഷം 1644. നേതൃത്വം കൊടുത്തതാണ് ഫ്രാൻസിസ് ഡേ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേജിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആഗ്ര, അഹമ്മദാബാദ്, ഭറൂച്ച്, മസൂലിപട്ടണം 4 സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താണ് പ്രത്യേകത? ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള അനുമതി, അവകാശം നേടിയെടുത്തു. ആര്? സർ തോമസ് റോ അല്ലെ? സർ തോമസ് റോ എന്താണ് ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള അവകാശം നേടിയെടുത്തത് എവിടെയൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ആഗ്ര, അഹമ്മദാബാദ്, ഭറൂച്ച്, മസൂലിപട്ടണം. അത് പറഞ്ഞു. പിന്നെ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് 1616 മസൂലിപട്ടണത്തിലാണ് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട താവളങ്ങൾ ഏത്? മദ്രാസ്, ബോംബെ, കൽക്കട്ട. മദ്രാസ്, ബോംബെ, കൽക്കട്ട. നിങ്ങളിങ്ങനെ കോഡെല്ലാം വെച്ച് പഠിച്ചേക്ക്. മദ്രാസ്, ബോംബെ, കൽക്കട്ട. പണ്ട് കൽക്കട്ടയായിരുന്നു. അപ്പം MC എന്നോ.
ഇന്നത്തെ കൊൽക്കത്ത. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ സ്ഥാപിച്ച ആദ്യ കോട്ടയുടെ പേരെന്താണ്? സെന്റ് ജോർജ് കോട്ട. വർഷം എത്രയാണ്? 1644. ആരുടെ നേതൃത്വത്തിൽ? ഫ്രാൻസിസ് ഡേയുടെ നേതൃത്വത്തിൽ. ഇനി നമുക്ക് കുറച്ച് SCERTയുടെ ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായിക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. നോക്കട ഒരു ഫാക്റ്റ് ആണ്. 1639 വർഷം ഓർത്തു വയ്ക്കുക. മദ്രാസ് ആണ് സ്ഥലം. എവിടെയാണ് നടന്നത്? മദ്രാസിന്റെ തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന്, അതായത് ചുങ്കത്തിന്റെ പകുതി 50% കൊടുക്കണമെന്ന് ഒരു എഗ്രിമെന്റ് വെച്ചു. ആരുമായിട്ട്? ബ്രിട്ടീഷുകാർ വെച്ചു. അവിടുത്തെ പ്രാദേശിക രാജാവ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ദമർല വെങ്കടാദ്രി നായക. ദമർല വെങ്കടാദ്രി നായക എന്ന് പറയുന്ന പ്രാദേശിക രാജാവ് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു പാക്ട് വെക്കുകയാണ്. വർഷം 1639. ഓക്കെ, 1639. എന്തായിരുന്നു പാക്ട്? തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ 50%. ഓക്കെ, പകുതി നൽകണമെന്ന ഉപാധി. അങ്ങനെ ഒരു പാക്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. നമ്മൾ നേരത്തെ പറഞ്ഞു മദ്രാസ്, ബോംബെ, അതുപോലെ കൽക്കട്ട അവരുടെ പ്രധാന കച്ചവട താവളങ്ങളായിരുന്നു. അപ്പം ഇതെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്റ്റുകളാണെന്ന് ഓർത്തു വയ്ക്കുക. വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ടെക്സ്റ്റ് ആണ്, SCERT ടെക്സ്റ്റ് ആണ്. സോ നോർമലി അങ്ങനെയുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ കൂടുതൽ പറയുമ്പോൾ 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. അപ്പൊ ബോംബെയുടെ പ്രത്യേകത പറയടാ. ആര് കൊടുത്തു? പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതാണല്ലേ. എന്തിനാണ്? കാതറിൻ, പോർച്ചുഗീസിലെ കാതറിൻ രാജകുമാരിയെ ബ്രിട്ടീഷിലെ രാജാവായ ചാൾസ് രണ്ടാമൻ വിവാഹം കഴിച്ചപ്പോൾ ഡൗറി ആയിട്ട് കൊടുത്തതാണ്. അന്ന് ആലോചിക്കുക, ഏതാണ് കൊടുത്തത്? ബോംബെയാണ് കൊടുത്തത്. ഓക്കെ, പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. ഓക്കെ, പിന്നീട് ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് വീണ്ടും സത്യമായി. മദ്രാസ്, ബോംബെ, കൽക്കട്ട അല്ലേ. അപ്പം നമ്മൾ പഠിച്ചു വന്നു എന്താണ് 1639 സംഭവിച്ചതെന്ന് പറഞ്ഞു. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച സ്ഥലമാണ് ബോംബെ. പിന്നീട് അത് ആരുടെ നേതൃത്വത്തിൽ വരുന്നു? ആരുടെ കൺട്രോളിൽ വരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിൽ വരുന്നു എന്നത് മനസ്സിലാക്കാം. ഇനി 1698 സുതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട, ഫോർട്ട് വില്യം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം, ഫോർട്ട് വില്യം പണിതത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ എന്താണ് പ്രത്യേകത? നോക്കൂ, 1698 കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 1698 3 സ്ഥലങ്ങളാണ് കേട്ടോ, 3 ഗ്രാമങ്ങളാണ്. സുതനദി, കാലിക്കട്ട, അതുപോലെ തന്നെ ഗോവിന്ദ്പൂർ. ഈ 3 സ്ഥലങ്ങൾ ഗ്രാമങ്ങളാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു കോട്ട പണിയുകയാണ്. ഈ കോട്ടയുടെ പേരാണ് വില്യം കോട്ട അഥവാ ഫോർട്ട് വില്യം. ആദ്യം അത് ഗ്രാമമായിരുന്നു, പിന്നീട് എന്തായിട്ട് മാറി? ഇതൊരു പട്ടണമായിട്ട് മാറി. പിന്നീട് അത് കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ SCERT ഡീറ്റെയിൽ സെക്ഷനുകളിൽ നിങ്ങൾക്ക് ഇന്ന് ആദ്യം പറഞ്ഞ എല്ലാ ഭാഗവും കൃത്യമായിട്ട് ഫുൾ ചാപ്റ്റർ കവർ ചെയ്ത് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക് യു.